Hi friends, welcome back to my channel. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ബോംബാണ്. പേടിക്കണ്ട കേട്ടോ, ആരും പേടിക്കൊന്നും വേണ്ട. അതിനു മുമ്പായിട്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒത്തിരി താങ്ക്സ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെയ്യാത്തവരൊക്കെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെല്ലാവരും വീഡിയോസ് എല്ലാം കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. യൂഷ്വലി എവിടെയും ഒത്തിരി കണ്ടിട്ടില്ലാത്തൊരു ഐറ്റമാണ്. നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു 3 ഗ്രീൻ ചില്ലി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. ഞാൻ സബോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സബോള, ഒരു മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ, ഞാൻ 4 മുട്ടയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇഞ്ചി ഒരല്പം നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എത്ര അധികം ഇല്ലെങ്കിലും ഇഞ്ചിയാണ് അതിന് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കതിനകത്തേക്ക് ഒരല്പം മസാലപ്പൊടികൾ, മഞ്ഞൾ മാത്രമേ നമ്മൾ ഇട്ടുള്ളൂ. ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി നമ്മൾ ഒത്തിരി ഇടുന്നില്ല, കാരണം നമുക്ക് അതിനകത്തേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവ് അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ആ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഒരല്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി വീട്ടിൽ പൊടിച്ച പൊടിയാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഗരം മസാലപ്പൊടി എങ്ങനെ പൊടിക്കണമെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഞാൻ കൊടുക്കാം. കാണാത്തവരൊക്കെ കാണുക. ഇനി അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരല്പം കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം മിൻസ്ഡ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം. നമ്മൾ അതിനകത്തേക്ക് ഇട്ടേക്കുന്ന ഇറച്ചി ഫ്രഷ് ചിക്കനാണ്. അതുകൊണ്ട് അതൊന്ന് വേകുന്ന സമയം, മിൻസ്ഡ് ചിക്കൻ ആയതുകൊണ്ട് വേഗമാകും. എന്നാലും നമ്മളൊരു ഇച്ചിരി നേരം ഒന്ന് അതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾക്ക് മിൻസ്ഡ് ചിക്കൻ ഇല്ലാത്തവർക്ക് സാധാ ചിക്കൻ വേവിച്ചിട്ട് നമുക്കൊന്ന് പതുക്കെ മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിട്ട് കൊടുക്കാം. അതല്ല ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് പതുക്കെ ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, വെന്ത് വന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാനത് ചിക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് അത് നല്ല ഡ്രൈ ആകണം. ഇനി അതിനകത്തേക്ക് ഞാനൊരു 3 പൊട്ടാറ്റോ വേവിച്ച് ഉടച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് മുട്ട വെച്ച് ഫില്ലിംഗ് ആക്കി അത് അതിൻ്റെ പൂർണ്ണ രൂപത്തിലാക്കാൻ ഒരു ഇച്ചിരി പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മസാലയാണ് ഉണ്ടാക്കിയത്. ഇനി നമ്മൾ അതിനെ അതിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മസാല ഒന്ന് ഒരു ബോൾ പരുവത്തിൽ എടുക്കുക. അതിന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കനം കുറച്ച് പരത്തിയെടുത്താൽ മതി. അതിനകത്തേക്ക് നല്ലോണം കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു മുട്ട വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കണം. നല്ലോണം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. നമുക്ക് മുട്ടയ്ക്ക് അകത്ത് വേണമെങ്കിൽ ഇനി കുരുമുളക് ഉപ്പൊക്കെ വെക്കേണ്ടവരാണെങ്കിൽ മുട്ട ഒന്ന് പതുക്കെ കീറിയതിന് ശേഷം അതിനകത്ത് ഉപ്പും കുരുമുളകൊക്കെ തേച്ചിട്ട് വെച്ചാൽ അതപ്പം കുറച്ചും കൂടെ മസാല വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി അതിനകത്തേക്ക് ഒരു മുട്ട ഞാൻ ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് വെച്ചേക്കേണ്ടതാണ്. അതിനകത്തൊന്ന് മെല്ലെ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരല്പം ബ്രെഡ് ക്രംസിനകത്തൊന്ന് പൊതിഞ്ഞെടുക്കാം. അത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതുപോലെ അങ്ങനെ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ.
അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് കവർ ചെയ്ത് ബ്രെഡ് ക്രംസിനകത്ത് മുക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കടായി വെച്ച് അതിനകത്ത് നന്നായിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി നേരം എണ്ണയ്ക്കകത്ത് ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ അതിനകത്ത് ഉള്ളിലുള്ള മസാലകളെല്ലാം വെന്തതാണ്. ജസ്റ്റ് ആ ബ്രെഡ് ക്രംസ് ഒന്ന് കളർ മാറേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒത്തിരി തീയും വേണ്ട, ഒത്തിരി നേരം ഇടേണ്ട ആവശ്യമില്ല. നല്ല ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതിനെ കോരിയെടുക്കാം. അങ്ങനെ നമുക്കതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ എഗ് ബോൾസ് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്കതിനെ ഒരെണ്ണത്തിനൊന്ന് മുറിച്ച് നോക്കാം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.